നിങ്ങൾക്ക് ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ട്. പക്ഷേ എങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതണമെന്നോ വോയിസ് റെക്കോർഡ് ചെയ്യാനോ വീഡിയോ എഡിറ്റ് ചെയ്യാനോ എക്സ്പീരിയൻസ് കാണത്തില്ല. അറ്റ്ലീസ്റ്റ് നല്ലൊരു തമ്മിൽ പോലും ഡിസൈൻ ചെയ്യാൻ അറിയില്ലായിരിക്കും. പക്ഷേ ഇതെല്ലാം നമുക്ക് ഫ്രീ AI ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയും. ഇതിനെയാണ് AI ഓട്ടോമേഷൻ എന്ന് പറയുക. അതായത് നിങ്ങൾക്ക് ₹1 പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. നമ്മളാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു നീഷ് കണ്ടെത്തുന്നത് മുതൽ ലോഗോ, ബാനർ, സ്ക്രിപ്റ്റ് എല്ലാം തന്നെ AI വെച്ച് ചെയ്യുന്നതായിരിക്കും. അവസാനം ഒരു മോണിറ്റൈസബിൾ ആയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കി കാണിക്കുന്നതായിരിക്കും. സോ വെൽക്കം ടു ദി യൂട്യൂബ് ഓട്ടോമേഷൻ മാസ്റ്റർ ക്ലാസ്. പുതിയതായിട്ട് ഒരു ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ ആദ്യ സ്റ്റെപ്പ് എന്നത് നല്ലൊരു നീഷ് കണ്ടുപിടിക്കുക എന്നതാണ്. പക്ഷേ നീഷ് കണ്ടുപിടിക്കാൻ വേണ്ടി പല മെത്തേഡ്സും ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ AI വെച്ചായിരിക്കും നമ്മളുടെ നീഷ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നേരെ ChatGPT പോയിട്ട് ഈ പ്രോംപ്റ്റിനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളാണെങ്കിൽ ഒരു യൂട്യൂബ് നീഷ് കണ്ടുപിടിക്കുന്ന ഒരു എക്സ്പെർട്ട് ആണെന്ന് കരുതുക. എന്നിട്ട് വളരെ കോമ്പറ്റീഷൻ കുറഞ്ഞ ഹൈ വ്യൂ പൊട്ടൻഷ്യൽ ഉള്ള 30 ഫേസ്ലെസ് ചാനൽ നീഷസ് പറഞ്ഞു തരിക. ഇനി നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഇവിടെ നോക്കിയാൽ ഒരുപാട് നല്ല നീഷസ് വന്നിട്ടുണ്ട്. പേഴ്സണൽ ഫൈനാൻസ്, ഫേസ്ലെസ് ഫിറ്റ്നസ് ടിപ്പ്, ഇതുപോലത്തെ നല്ല നീഷസ് ഇവിടെ കാണാൻ കഴിയും. പക്ഷേ നമ്മളിന്ന് സെലക്ട് ചെയ്യാൻ പോകുന്ന നീഷ് എന്ന് പറയുന്നത് സെൽഫ് ഇംപ്രൂവ്മെന്റ് ആണ്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളുടെ നീഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കിഡിലൻ AI ടൂളിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് ടോട്ടലി ടൈം സേവിങ്ങും കംപ്ലീറ്റ്ലി ഫ്രീയുമാണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൈനപ്പ് പോലും ചെയ്യേണ്ട കാര്യമില്ല. ഈ ടൂളിന്റെ പേര് ടൂളിഫൈ AI എന്നാണ്. ഇത് AI ടൂൾസിന്റെ ഒരു ഡയറക്ടറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡിഫറെന്റ് ആയിട്ടുള്ള 26,000-ലധികം AI ടൂൾസ് ഈ ഒറ്റ ടൂളിലുണ്ട്. അതും കൂടാതെ തന്നെ ഓരോ ദിവസവും പുതിയ ടൂൾസ് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് റൈറ്റിങ്ങിനോ ഇമേജ് ജനറേറ്റ് ചെയ്യാനോ വീഡിയോ ജനറേറ്റ് ചെയ്യാനോ ടൂൾ വേണമെങ്കിൽ അതെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ നോക്കിയാൽ ഓരോന്ന് കാറ്റഗറി ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും. നിങ്ങൾക്ക് ഏത് ടൈപ്പ് AI ടൂൾ വേണമെങ്കിലും ഇവിടെ നിന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇതിനെങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ ഫ്രീ ടൂൾസ് എന്ന് കാണാൻ കഴിയും. ഇതിന്റെ ഇടതുവശത്ത് ഇമേജ് ജനറേഷൻ, വീഡിയോ ജനറേഷൻ, വോയിസ് ജനറേഷൻ, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് കാണാൻ കഴിയും. എക്സാമ്പിൾ, ഈ വോയിസ് ജനറേഷൻ ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ വലതു ഭാഗത്തായിട്ട് ഇതിന്റെ കുറെ സബ് കാറ്റഗറീസ് കാണാൻ കഴിയും. ഇവിടെ ടെക്സ്റ്റ് ടു വോയിസ് ജനറേറ്റർ, AI വോയിസ് ചേഞ്ചർ, AI ഡബിംഗ്, ഇങ്ങനത്തെ കുറെ സബ് കാറ്റഗറീസും കാണാൻ കഴിയും. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് AI ടൂൾസിന്റെ കംപ്ലീറ്റ് ലിസ്റ്റും ഇവിടെ കിട്ടുന്നതാണ്. ഇവിടെ നോക്കിയാൽ ആ ടൂൾ എത്ര ഫ്രീ ക്രെഡിറ്റ്സ് നമുക്ക് കിട്ടും, അതിന്റെ പ്രൈസിങ് എത്രയാണ്, അതിന്റെ AI മോഡൽസ് ഇവിടെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. എക്സാമ്പിൾ, നിങ്ങൾക്കാണെങ്കിൽ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ ടൂൾ വേണമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ടൂളിലും നോക്കുക. ഈ ഫ്രീ പിക്ക് AI ഇമേജ് ജനറേറ്റർ ഇതിൽ നോക്കിയാൽ 20 ഇമേജസ് വരെ ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഫ്രീ ആയിട്ട്. ഇനി ഈ പിക്ലൂബ് എന്നുള്ള വെബ്സൈറ്റിൽ പോയാൽ അൺലിമിറ്റഡ് ജനറേഷൻ എന്ന് കാണാൻ കഴിയും. ഇനി എനിക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യണമെങ്കിലും എനിക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ വേണമെങ്കിൽ 125 ക്രെഡിറ്റ് നമുക്ക് ഒരു പ്രാവശ്യം തരുന്നുണ്ട്. ഒരു സിന്തേഷി എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ 3 മിനിറ്റുള്ള വീഡിയോ ഒരു മാസം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. സോ ഇതുപോലുള്ള ഫ്രീ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് കണ്ടുപിടിക്കാൻ കഴിയും. സോ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായ ടൂളിനെ കണ്ടുപിടിക്കാൻ കഴിയും. സോ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൂൾസ് കണ്ടുപിടിച്ച് ഇതിൽ ക്ലിക്ക് ചെയ്താൽ ആ വെബ്സൈറ്റിൽ ഡയറക്റ്റായി പോകുന്നതാണ്. ഇതുകൊണ്ട് തന്നെ ഈ ടൂളിഫൈ AI ഒരു ടൈം സേവർ ആണ്. സോ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഇത് കംപ്ലീറ്റ് ഫ്രീയുമാണ്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ആ ചാനലിന് നല്ലൊരു പേര് കണ്ടുപിടിക്കുക, ലോഗോ, ബാനർ, അതും കൂടെ തന്നെ ഒരു കുട്ടി ഡിസ്ക്രിപ്ഷനും. പക്ഷേ ഇതെല്ലാം നമ്മൾ AI വെച്ചായിരിക്കും ചെയ്യുന്നത്. നെക്സ്റ്റ് ആയിട്ട് ഞാനിവിടെ ChatGPTയിൽ വന്നിട്ടുണ്ട്. ഐ ആം സ്റ്റാർട്ടിങ് എ ഫേസ്ലെസ് യൂട്യൂബ് ചാനൽ ഓൺ ദ നീഷ് സെൽഫ് ഇംപ്രൂവ്മെന്റ്. ഗിവ് മീ സിമ്പിൾ ആൻഡ് ക്രിയേറ്റീവ് നെയിം ദാറ്റ് റിലേറ്റ് ടു മൈ നീഷ് ആൻഡ് ആൾസോ ഇറ്റ് ഷുഡ് ഗ്രാബ് ദി വ്യൂവർ അറ്റൻഷൻ ഇൻസ്റ്റന്റ്ലി ബൈ റീഡിങ് ദി ചാനൽ നെയിം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു 50 നീഷ് ഐഡിയാസ് തരാനാണ് ChatGPT അടുത്ത് പറയുന്നത്. പക്ഷേ ഞാൻ 50 ആഡ് ചെയ്യാൻ വിട്ടുപോയി. സോ ഇവിടെ 50 ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സബ്മിറ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ചാനലിൽ നല്ലൊരു നെയിം ChatGPT പറഞ്ഞു തരുമോ എന്ന്. ഇവിടെ നോക്കിയാൽ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിക് നെയിംസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാനാണെങ്കിൽ നെക്സ്റ്റ് ജെൻ ഹസിൽ എന്ന് പറയുന്ന ഈ നെയിമിനെ ചൂസ് ചെയ്ത് കൊടുത്തു. പക്ഷേ ഇനി നമുക്ക് ഒരു കാര്യം ചെക്ക് ചെയ്യാനുണ്ട്. നമ്മളുടെ പേരിൽ വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനലുണ്ടോ എന്ന് നോക്കണം. വീണ്ടും നേരെ യൂട്യൂബിലോട്ട് പോവുക. സോ ഇനി ഞാൻ യൂട്യൂബിൽ പോയിട്ട് എൻ്റെ ഈ ചാനലിൻ്റെ പേരുള്ള വേറെ യൂട്യൂബ് ചാനലുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഫിൽറ്റർ ഓപ്ഷനിൽ എൻ്റെ ചാനൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ഈ പേരുള്ള ചാനൽസ് നിറയെ ഉള്ളതായിട്ട് കാണാൻ കഴിയും. പക്ഷേ ഒരു ചാനലിന് പോലും 5-4 സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലില്ല.
അതായത് ഈ പേരിൽ നമുക്ക് ഈസി ആയിട്ട് റാങ്കിങ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പേരിനെ സെലക്ട് ചെയ്തു, നെക്സ്റ്റ് ജെൻ ഹസിൽ. ഇനി നമുക്ക് നല്ലൊരു പേര് മാത്രം പോരാ, നല്ലൊരു ലോഗോയും വേണം. Give me 7 channel icon ideas for my self-improvement channel, Next Gen Hustle. അങ്ങനെ നമ്മുടെ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ChatGPTയോട് നല്ലൊരു ലോഗോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഐഡിയ ചോദിക്കുകയാണ്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല 2-3 ഐഡിയാസ് തന്നിട്ടുണ്ട്. ഫ്യൂച്ചറിസ്റ്റിക് ലൈറ്റ്നിങ് ബോൾട്ട്, മിനിമലിസ്റ്റിക് റോക്കറ്റ്, അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് ഹസ്ലർ മാസ്ക്. സോ നമ്മുടെ ഫേസ്ലെസ് ചാനലുമാണ്, അതും കൂടാതെ തന്നെ ഹസിലാണ് നമ്മുടെ നീഷ്. സോ ഈ 5ാമത്തെ ഐഡിയ നമുക്ക് മോസ്റ്റ്ലി സ്യൂട്ടബിൾ ആകുമെന്ന് തോന്നുന്നുണ്ട്. സോ ഇനി നമുക്ക് അടുത്ത പ്രോംപ്റ്റ് കൊടുക്കാം. Give me a detailed prompt to generate image using AI image generator on the idea 5. സോ ഞാനാണെങ്കിൽ ChatGPT പറഞ്ഞിട്ടുണ്ട് ഐഡിയ 5 ബേസ് ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് തരാൻ വേണ്ടിയിട്ട്. അതായത് ഈ പ്രോംപ്റ്റ് കൊണ്ട് വേറെ നല്ല ഇമേജ് ജനറേറ്റേഴ്സിൽ പോയിട്ട് നല്ല ലോഗോസ് ഉണ്ടാക്കാൻ കഴിയും. ഞാൻ ഈ പ്രോംപ്റ്റിനെ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ഇമേജ് ജനറേറ്റർ വേണം. പക്ഷേ പെയ്ഡായിട്ടും ഫ്രീ ആയിട്ടും ഒരുപാട് ഇമേജ് ജനറേറ്റേഴ്സ് ഉണ്ട്. സോ ഞാനിന്ന് ചൂസ് ചെയ്യാൻ പോകുന്നത് ഐഡിയോഗ്രാം എന്ന് പറഞ്ഞൊരു ഇമേജ് ജനറേറ്റർ ആണ്. ഞാനിത് ചൂസ് ചെയ്യാൻ കാരണം ലോഗോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ഇമേജ് ജനറേറ്റർ ആണ് ഇത്. പക്ഷേ ഇത് വീക്കിലി നമുക്ക് ഫ്രീ ആയിട്ട് 12 ക്രെഡിറ്റ്സ് തരുന്നുണ്ട്. ഈ 12 ക്രെഡിറ്റ്സ് തീരുന്നവരെ നമുക്കൊരാഴ്ച മുഴുവൻ ഇതിൽ നിന്ന് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ലോഗോയ്ക്ക് വേണ്ടിയിട്ട് ഇത് ധാരാളമാണ്. ഇവിടെ ടോപ്പിൽ തന്നെ ഞാൻ എൻ്റെ പ്രോംപ്റ്റിനെ കോപ്പി ചെയ്ത് കൊടുത്തു. 1:1 എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി എന്നിട്ട് ഇവിടെ ജനറേറ്റ് കൊടുക്കാം. ഇവിടെ ഒരു പറയുന്നുണ്ട് 4 ക്രെഡിറ്റ്സ് ഇതിൽ തീരുമെന്ന്. സോ അതൊന്നൊരു പ്രശ്നമല്ല, നമുക്ക് ജനറേറ്റ് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ലോഗോ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കൽ കൂടി ജനറേറ്റ് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനങ്ങനെ നമ്മളെ ചാനലിന് വേണ്ടിയിട്ട് ഈ ലോഗോ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് വാട്ടർ മാർക്കില്ലാതെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ലോഗോ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ലോഗോ കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യേണ്ടത് നല്ലൊരു ചാനൽ ബാനറാണ്. സോ ഇത് നമുക്ക് എയുടെ സഹായം ഇല്ലാതെ നമുക്ക് തന്നെ ചെയ്യേണ്ടി വരും. ഞാനത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഞാൻ ബാനർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പിക്സൽ ലാബ് എന്ന് പറഞ്ഞ ആപ്പാണ്. തന്നെ ഇവിടെ പോയിട്ട് ഈ ഇമേജ് സൈസിൽ കസ്റ്റം എന്ന് മാറ്റിയിട്ട് യൂട്യൂബ് ചാനൽ ബാനർ എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിന്റെ ബാനർ ടെംപ്ലേറ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളെപ്പോഴും ബാനർ ഉണ്ടാക്കുമ്പോൾ മാക്സിമം ഇതിന്റെ അകത്ത് നിൽക്കാൻ കണക്കിന് വേണം ബാനർ ചെയ്യാൻ. ഇല്ലെങ്കിൽ അത് കാണാൻ ഒട്ടും തന്നെ ഭംഗി കാണത്തില്ല. സോ ഈ ടെംപ്ലേറ്റ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അടിപൊളിയായിട്ട് ബാനർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് ഒരു ചാനൽ ബാനർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ചാനലിൻ്റെ ബാനർ ലോഗോ കാര്യങ്ങളല്ല ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാനകത്ത് ബാനർ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ലോഗോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, നെക്സ്റ്റ് ജെൻ ഹസിൽ. ഇനി നമുക്ക് ഇവിടെയും നമ്മുടെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നോക്കിയാൽ ഈ പേര് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ വാക്കും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ റിയൽ എന്ന് പറഞ്ഞ വാക്കും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. സോ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചാനലിൽ നല്ലൊരു ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യണം, അതായത് എബൌട്ട് സെക്ഷൻ. നേരെ ChatGPT പോയിട്ട് റൈറ്റ് എ ഷോർട്ട് ആൻഡ് സിമ്പിൾ ഡിസ്ക്രിപ്ഷൻ ഫോർ മൈ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചാനൽ നെയ്മഡ് നെക്സ്റ്റ് ജെൻ ഹസിൽ. സോ ഇവിടെ ഞാൻ ChatGPT എടുത്ത് ഒരു ഷോർട്ടായിട്ടുള്ള സിമ്പിൾ ഡിസ്ക്രിപ്ഷൻ എഴുതരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാനിത് കോപ്പി ചെയ്തെടുത്തു. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നമ്മുടെ ചാനൽ ബ്രാൻഡിങ് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കിയാൽ നമ്മുടെ ചാനലിൽ ഒരു കോണ്ടന്റ് തന്നെ ഇല്ല. സോ നമുക്ക് ആദ്യത്തെ വീഡിയോ ഈ ചാനലിന് വേണ്ടിയിട്ട് ചെയ്യാം. നമുക്കിനി നല്ലൊരു വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ നല്ലൊരു ഐഡിയ വേണം. നമുക്ക് നേരെ ChatGPTയിൽ പോകാം. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ ChatGPT പോയിട്ട് ഈ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ജനറേറ്റ് 20 ഫേസ്ലെസ് ചാനൽ വീഡിയോ ഐഡിയാസ് ഫോർ മൈ നീഷ് സെൽഫ് ഇംപ്രൂവ്മെന്റ്. നമുക്ക് നല്ല ഐഡിയാസ് ChatGPT തരുമോ എന്ന് നോക്കാം. ഞാനാണെങ്കിൽ ഈ ഐഡിയനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. വൈ യു ആർ ഓൾവേസ് പ്രോക്രാസ്റ്റിനേറ്റിംഗ് ആൻഡ് ഹൗ ടു ഫിക്സ് ഇറ്റ്. കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരുപാട് പേര് ലേസി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓഡിയൻസിന് നല്ല രീതിയിൽ ഈ വീഡിയോ അപ്പീലിംഗ് ആവും. ഇനി നമുക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതണം. റൈറ്റ് എ യൂട്യൂബ് സ്ക്രിപ്റ്റ് അബൌട്ട് ദിസ് ടോപ്പിക്. ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ടോപ്പിക് ആഡ് ചെയ്ത് കൊടുത്താൽ ChatGPT ഒരു സ്ക്രിപ്റ്റ് തരുന്നതായിരിക്കും. പക്ഷേ ഇതുകൊണ്ട് നിങ്ങളുടെ വീഡിയോ ഒരിക്കലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പോകുന്നില്ല. കാരണം ChatGPT തന്നെ സിമ്പിൾ സ്ക്രിപ്റ്റ് വളരെ ശോകമാണ്. കാരണം നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നത് റിയൽ ക്രിയേറ്റേഴ്സിൻ്റെ കൂടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ക്രിപ്റ്റിൽ നല്ല ക്വാളിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു അഡ്വാൻസ്ഡ് സ്ക്രിപ്റ്റിംഗ് പ്രോംപ്റ്റും വേണം. പിന്നെ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ പ്രോംപ്റ്റ്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് ChatGPTയിലല്ല, ക്ലൗഡിലായിരിക്കും. അതായത്
ChatGPT പോലെ തന്നെ വേറൊരു AI ടൂളാണ് ക്ലൗഡ്. പിന്നെ ഇതും നമുക്ക് ChatGPT പോലെ തന്നെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ റൈറ്റിങ്ങിലോട്ട് വന്നാൽ ക്ലൗഡിനെ വെല്ലാൻ ChatGPTക്ക് ഒരിക്കലും പറ്റത്തില്ല. അതായത് നമുക്കൊരു അടിപൊളി സ്ക്രിപ്റ്റ് വേണമെങ്കിൽ ഉറപ്പായിട്ട് ക്ലൗഡ് യൂസ് ചെയ്യുക. പിന്നെ ഈ പേര് കണ്ട് എന്റേതാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല, ഇതെന്റെ പട്ടിക്കുട്ടിയിലെ പേരാണ്. AI ടൂൾ പേര് വെച്ചപ്പോൾ ഞാൻ ഏസിന്റെ പട്ടിക്കുട്ടിയിലെ പേര് അടിച്ചു കൊടുത്തു. അങ്ങനെ ഞാൻ എന്റെ അഡ്വാൻസ്ഡ് പ്രോംപ്റ്റ് കോപ്പി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആക്ട് ആസ് എ എക്സ്പേർട്ട് ഇൻ യൂട്യൂബ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. ഇതിലൂടെ തന്നെ നമ്മൾ AI ടൂളിന്റെ അടുത്ത് പറയുകയാണ് നിങ്ങളൊരു എക്സ്പേർട്ട് ആണെന്ന് കരുതിക്കൊള്ളുക എന്ന്. അടുത്ത നമ്മൾ പറയുന്നുണ്ട് വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഫേസ്ലെസ് വീഡിയോയുടെ സ്ക്രിപ്റ്റാണ് ജനറേറ്റ് ചെയ്ത് തരേണ്ടത്. പിന്നെ നമ്മുടെ ടോപ്പിക്കും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത് പറയുന്നത് നമ്മുടെ വേർഡ് ലെങ്തിനെ കുറിച്ചാണ്. നമ്മുടെ സ്ക്രിപ്റ്റ് 8000 വേർഡ്സിൽ അധികം വേണമെന്ന് പറയുന്നുണ്ട്. കാരണം ഈ AI ടൂൾസും നമ്മളെ പോലെ തന്നെ മടിയന്മാരാണ്. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി തരാൻ പറഞ്ഞാൽ ഒരു ചെറിയ സ്ക്രിപ്റ്റ് ആയിരിക്കും എഴുതി തരിക. ഏകദേശം ഈ 8000 വേർഡ്സ് 8 മിനിറ്റോളം വരും. സോ നിങ്ങളുടെ വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്കിത് കൂട്ടിയും കുറച്ചും കൊടുക്കാം. അടുത്ത് എൻ്റെ ഓഡിയൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തത്. അടുത്തായിട്ട് പറയുന്നത് വെച്ചാൽ പെയിൻ പോയിന്റ് മനസ്സിലാക്കി സ്ക്രിപ്റ്റ് എഴുതുക. അതായത് കറക്റ്റ് ആയിട്ട് അവരെ ഇമോഷണലി നമുക്ക് ഹുക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അടുത്തായിട്ട് പറയുന്നത് 3 ആക്ട് സ്ട്രക്ചർ ഫ്രെയിം വർക്ക്. നമ്മൾ ഓരോ ഫിലിമിനും ഓരോ ഫിലിം സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോയ്ക്കും ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, 3 ആക്ട് സ്ട്രക്ചർ ഫ്രെയിം വർക്ക്. അടുത്തായിട്ട് ഹ്യൂമൻസിന്റെ എമോഷൻ ട്രിഗർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ഫിയർ, എക്സൈറ്റ്മെന്റ്, അർജൻസി. ഇതിലൂടെ തന്നെ അവരെ ലേസർ ഫോക്കസ് ആയിട്ട് നമുക്ക് വീഡിയോയിൽ പിടിച്ചിരുത്താൻ പറ്റും. അടുത്ത് പറയുന്നുണ്ട് നല്ലൊരു സ്ട്രോങ് ഹുക്കും ആഡ് ചെയ്യണമെന്ന്. പിന്നെ പറയുന്നുണ്ട് നമ്മുടെ ഇൻട്രോ 30 സെക്കൻഡിനുള്ളിൽ തീരണമെന്നും വീഡിയോ പെട്ടെന്ന് തന്നെ തുടങ്ങണമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്തൊരു ലൈന് കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുത്തതിന്റെ കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഓഡിയൻസിന്റെ ഫോക്കസ് പോകും, അവരവിടെ വെച്ച് സ്കിപ്പ് ചെയ്ത് പോകാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട് പാറ്റേൺ ഇന്ററപ്റ്റ് ചെയ്യണമെന്ന്. അതായത് ഒരു ചോദ്യത്തിലൂടെ ഒരു ഫണ്ണി ആയിട്ടുള്ള കമന്റിലൂടെ നമുക്ക് അവരുടെ ഫോക്കസ് തിരിച്ചു പിടിക്കാൻ കഴിയും. നമസ്കാരം. പിന്നെ നമ്മൾ അവസാനം പറയുന്നുണ്ട് CTA ആഡ് ചെയ്യണമെന്ന്. അതായത് ഇതെന്തിനെന്ന് വെച്ചാൽ എന്റെ വീഡിയോയുടെ അവസാനം ഞാൻ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ എന്ന് പറയത്തില്ല. അതിന് പകരം ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിലോട്ട് ഹുക്ക് ചെയ്ത് വിടും. അതായത് എന്റെ ചാനൽ 2 വീഡിയോസ് ഉണ്ടെന്ന് കരുതുക. ഈ വീഡിയോസ് കണ്ടു തീരുമ്പോൾ തന്നെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിലോട്ട് അവരെ എൻ്റെ എൻഡ് സ്ക്രീൻ കാണിച്ച് ഞാൻ അവരെ ഹുക്ക് ചെയ്ത് വിടും. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ CTA. ഇനി നമുക്ക് സബ്മിറ്റ് ചെയ്യാം. നല്ല സ്ക്രിപ്റ്റ് തന്നെയാണോ ജനറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ ഒരു കിടിലൻ സ്ക്രിപ്റ്റ് ക്ലൗഡ് AI നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇവിടെ കോപ്പി ചെയ്യുന്ന ഓപ്ഷൻ കാണും. ഇതിലൂടെ ഞാൻ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വീഡിയോയ്ക്കുള്ള സ്ക്രിപ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് AI വോയിസ് റെഡി ആക്കണം. അതിന് വേണ്ടിയിട്ട് കറന്റ് കുറേ വെബ്സൈറ്റ് ഉണ്ട് AI വോയിസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ പലതിന്റെ സൗണ്ട് ഏകദേശം റോബോട്ടിക് ആണ്. അതായത് നിങ്ങളുടെ ഓഡിയൻസിന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഈ സൗണ്ട് AI ജനറേറ്റഡ് ആണെന്ന്. അതുകൊണ്ട് തന്നെ AI വോയിസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് 11 Labs ആണ്. ഇതിനുള്ള ഓരോ വോയിസും കൃത്യം ഒരു നാച്ചുറലി ഒരു മനുഷ്യൻ സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. സോ ഞാനങ്ങനെ 11 Labs എടുത്തിട്ടുണ്ട്. നമുക്ക് സൈൻ അപ്പ് ചെയ്ത് കയറാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു വോയിസ് കണ്ടുപിടിക്കുക എന്നതാണ്. കാരണം ഓരോ വീഡിയോസിലും ഓരോ വോയിസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിവിടെ വോയിസ് ലൈബ്രറി പോയിട്ട് നല്ലൊരു വോയിസ് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നോക്കിയാൽ ഒരുപാട് വോയിസ് കാണാൻ കഴിയും. ഞാനിവിടെ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുന്നു. എന്നിട്ട് ഇവിടെ നമ്മുടെ ലാംഗ്വേജ് ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചൂസ് ചെയ്ത് ഇംഗ്ലീഷ് ആണ്. കാരണം മലയാളം വോയിസും ഇവിടെ നിന്ന് കിട്ടും. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇംഗ്ലീഷ് ഓട്ടോമേഷൻ വീഡിയോ ആണ്. ഈ നരേറ്റീവ് സ്റ്റോറി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ജെൻഡർ എന്ന ഓപ്ഷനിൽ മെയിൽ ചൂസ് ചെയ്ത് കൊടുത്തു. കാരണം സെൽഫ് ഇംപ്രൂവ്മെന്റ് നീഷിൽ ഏറ്റവും ബെസ്റ്റ് മെയിലിലെ വോയിസ് ആണ്. ഇനി നമുക്ക് മിഡിൽ ഏജ്ഡ് കൊടുക്കാം. ഇനി നമുക്ക് അപ്ലൈ ഫിൽറ്റർ കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യുകയാണ്, ഡീപ്പ് എന്ന് കൊടുക്കുകയാണ്. ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ് നീഷിൽ ഈ ഡീപ്പ് വോയിസ് നമ്മുടെ കോണ്ടന്റിനെ കുറച്ചും കൂടെ അടിപൊളിയാക്കും. സോ ഇവിടെ കുറെ വോയിസ് ഞാൻ കേട്ട് നോക്കിയിട്ട് എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയ ഈ ഹാരിസൺ ഗാലെ എന്ന് പറഞ്ഞ വോയിസ് ഞാൻ ചൂസ് ചെയ്തു. നിങ്ങൾക്ക് ഇതുപോലെ കുറെ വോയിസ് ഉള്ളതിൽ ഇഷ്ടമുള്ള വോയിസ് നോക്കി സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ പോയിട്ട് നിങ്ങൾ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വോയിസ് അവിടെ ആഡ് ആവുന്നതായിരിക്കും. സോ ഇനി നേരെ ടെക്സ്റ്റ് ടു സ്പീച്ചിലോട്ട് പോകാം. ഇവിടെ ഈ റേച്ചൽ എന്ന് പറഞ്ഞ വോയിസിന് വരാം നമ്മുടെ വോയിസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ എൻ്റെ പകുതി ടെക്സ്റ്റ് കട്ടായി പോയിട്ടുണ്ട്. അതായത് ഇവിടെ പറയുന്നുണ്ട് 3000 ക്യാരക്ടേഴ്സിൽ കൂടുതൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് നമ്മളുടെ വോയിസ് ചെയ്യേണ്ടി വരും. ഈ നോക്ക് ഈ ജനറേറ്റ് സ്പീച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുക്കാം. ഇവിടെ നോക്കിയാൽ
നമ്മൾ 2 വോയിസ് റെഡി ആയിട്ടുണ്ട്. ഈ രണ്ടിൽ നിന്ന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് സെലക്ട് ചെയ്യാൻ പറ്റും. എനിക്കിവിടെ ബെസ്റ്റ് ആയിട്ട് തോന്നിയത് ഫസ്റ്റ് വണ്ണാണ്. അതുകൊണ്ട് ഞാനിവിടെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുത്തു. ഇനി നിങ്ങൾ ചിന്തിക്കുന്നത് ഈ AI ടൂൾ ഫ്രീ ആണോ അല്ലേന്നായിരിക്കും. ഈ AI ടൂൾ പെയ്ഡ് തന്നെയാണ്. പക്ഷെ ഇവർ നമുക്ക് ഓരോ മാസവും 1000 ക്രെഡിറ്റ്സ് വെച്ച് യൂസ് ചെയ്യാൻ തരുന്നുണ്ട്. അതായത് ഏകദേശം 10 മിനിറ്റുള്ള വീഡിയോ ഒരു മാസം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. സോ നിങ്ങൾക്ക് ഒരു മാസം 4 വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ 4 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ AI വോയിസ് ഫുള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യണം. പക്ഷേ എഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ നമ്മുടെ വീഡിയോക്ക് നല്ല വിഷ്വൽസ് വേണം. ഈ വിഷ്വൽസ് നമുക്ക് ഫ്രീ ആയിട്ട് AI വെച്ച് തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് വീണ്ടും ChatGPT ഞാൻ പോയി. എന്നിട്ട് ഞാൻ ഈ പ്രോംപ്റ്റ് കോപ്പി ചെയ്ത് കൊടുത്തു. അതായത് ഈ പ്രോംപ്റ്റ് പറയുന്നത് ഞാനാണെങ്കിൽ എൻ്റെ സ്ക്രിപ്റ്റിന്റെ കുറച്ച് ഭാഗം എടുത്ത് ഇവിടെ കോപ്പി ചെയ്ത് കൊടുക്കും. അപ്പോൾ അടിപൊളി പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് തരും. അതിലൂടെ ഈ പ്രോംപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് നല്ല AI ഇമേജസ് ഉണ്ടാക്കാൻ കഴിയും. സോ ഞാനിവിടെ എൻ്റർ കൊടുത്തു. ഇനി ഞാനാണെങ്കിൽ നമ്മുടെ സ്ക്രിപ്റ്റിന്റെ ആദ്യത്തെ ലൈന് കോപ്പി ചെയ്തെടുത്തു. ഇതിന് ഞാൻ ChatGPTയിൽ കോപ്പി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നല്ലൊരു പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇതിനെ ഞാൻ കോപ്പി ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ഫ്രീ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കിടിലൻ AI ടൂളിലായിരിക്കും ഇത് ചെയ്ത് കാണിച്ചു തരുന്നത്. അതായത് ഗ്രോക്ക് AI, അതായത് നമ്മുടെ എലോൺ മസ്ക് മാമന്റെ AI. ഇവിടെ ഞാനാണെങ്കിൽ എൻ്റെ പ്രോംപ്റ്റിന് കോപ്പി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം നല്ല ഇമേജാണോ ഗ്രോക്ക് ഉണ്ടാക്കി തരുന്നതെന്ന്. ഇനി ഞാനാണ് ഇവിടെ പ്രസ് ചെയ്ത് ഇതിനെ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വീണ്ടും അടുത്ത് ഈ സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്യാം. ഞാൻ ChatGPT പോയിട്ട് വീണ്ടും കോപ്പി ചെയ്ത് കൊടുത്തു. വീണ്ടും നമുക്ക് ഗ്രോക്കിൽ നിന്ന് അടുത്ത ഇമേജ് ഉണ്ടാക്കാം. നിങ്ങളിപ്പോൾ വിചാരിച്ചാണ് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സ്റ്റൈൽ വരുന്നതെന്ന്. കാരണം ഞാനിവിടെ എൻ്റെ പ്രോംപ്റ്റിൽ ആനിമേ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ട സ്റ്റൈല് ചൂസ് ചെയ്ത് കൊടുക്കാം. എൻ്റെ നീഷ് സെൽഫ് ഇംപ്രൂവ്മെന്റ് ആയതുകൊണ്ടാണ് ഞാൻ ആനിമേ സ്റ്റൈൽ സെലക്ട് ചെയ്തത്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് കൊടുത്താൽ റിയലിസ്റ്റിക് ഇമേജ് ജനറേറ്റ് ചെയ്ത് തരും. നിങ്ങൾ ജിബിലി എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് കൊടുത്താൽ ഗിബിലി സ്റ്റൈൽ ഇമേജസ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. അങ്ങനെ ഏത് സ്റ്റൈൽ യൂസ് ചെയ്താലും അതിന്റെ ഇമേജ് ഇവിടെ ജനറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ആനിമേ സ്റ്റൈലാണ്. അതുകൊണ്ടാണ് എൻ്റെ ഇമേജസ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ഈ സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്ത് എല്ലാ ഇമേജും ജനറേറ്റ് ചെയ്തിട്ട് വരാം. ഏകദേശം നിങ്ങൾക്ക് 40ഓളം ഇമേജസ് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ജനറേറ്റ് ചെയ്താൽ മതി. നമുക്ക് എങ്ങനെ പോയാലും ഇലോൺ മസ്കിനെ മാക്സിമം മുടിപ്പിച്ച് വിടാം. അങ്ങനെ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള ഇമേജസ് എല്ലാം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതല്ല നിങ്ങൾ ഏതാണ് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് CapCut ആണ്. പിന്നെ വീഡിയോ എഡിറ്റിംഗ് അറിയാത്തവർക്ക് ഈ ട്യൂട്ടോറിയൽ ചെക്ക് ചെയ്താൽ മതി. ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഈ നോക്കിയാൽ ഇവിടെ വോയിസിൽ ഗ്യാപ്സ് കാണാൻ കഴിയും. സോ ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയണം. അതിലൂടെ തന്നെ നമ്മുടെ വീഡിയോ നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ബേസ്ഡ് ആക്കാൻ പറ്റും. ഇനി നമ്മുടെ വോയിസിനെ നമുക്കൊന്ന് കേട്ട് നോക്കാം. Right now, as you're watching this video, there's probably something important you should be doing instead. Maybe it's that assignment due tomorrow, that workout you've been skipping for weeks, or that business idea you keep saying you'll start next Monday. ഇനി ഇമേജസിനെ നമുക്ക് കറക്റ്റ് ഓർഡറിൽ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ബേസിക് എഡിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഈ വീഡിയോനെ നമുക്ക് എഡിറ്റ് ചെയ്യാം. അതിന് അടുത്തായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സിനിമാറ്റിക് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിലും താഴെ ഒരു ബ്ലാക്ക് ബാർ ആഡ് ചെയ്യാൻ പോവുകയാണ്. അത് നിങ്ങൾക്ക് ഇവിടെ മാസ്ക് ഓപ്ഷനിൽ പോയാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളിലും താഴെ ഒരു ബ്ലാക്ക് ബാർ വന്നായിട്ട് ഇത് നമുക്ക് ഒരു സിനിമാറ്റിക് ഫീൽ കൊടുക്കുന്നതായിരിക്കും. ഇനി ഞാനിവിടെ ഈ വീഡിയോക്ക് ഒരു മൂവ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കീ ഫ്രെയിം ആനിമേഷൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. സോ ഇതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ചെക്ക് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾ നോക്കിയാൽ നമ്മുടെ വീഡിയോക്ക് ഒരു മൂവ്മെന്റ് വരുന്നതായിട്ട് കാണാൻ കഴിയും. സോ ഇതുപോലെ എല്ലാ ഇമേജസിലും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഞാനൊരു ഫിലിം ഗ്രെയിൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ നോക്കിയാൽ വെറും 10 മിനിറ്റ് കൊണ്ടാണ് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് തീർന്നത്. പക്ഷേ ഇവിടെ കൊണ്ട് നമ്മുടെ വീഡിയോ തീർന്നിട്ടില്ല. അതായത് നമുക്കിനി ഒരു അടിപൊളി തംബ്നെയിലും കൂടെ ചെയ്യണം. വീണ്ടും ഞാൻ നേരെ ChatGPTയിൽ പോയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ പ്രോംപ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഐ മേക്ക് എ യൂട്യൂബ് വീഡിയോ ടൈറ്റിൽഡ് വൈ യു ആർ ഓൾവേസ് പ്രോക്രാസ്റ്റിനേറ്റിംഗ് ആൻഡ് ഹൗ ടു ഫിക്സ് ഇറ്റ്. ഗിവ് മീ 5 ഡിഫറെന്റ് തംബ്നെയിൽ ഐഡിയാസ് along with a prompt to generate each thumbnail using an AI image generator. It should be an anime style also. So ഇവിടെയാണെങ്കിൽ നമുക്ക് ChatGPT ആണെങ്കിൽ നമ്മുടെ തംബ്നെയിൽസിന് വേണ്ടിയിട്ട് 5 പ്രോംപ്റ്റ്സ് തരുന്നതായിരിക്കും. എനിക്കിതിൽ 5 എണ്ണം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ രണ്ടാമത്തെയാണ്. സോ ഈ രണ്ടാമത്തെ ഞാൻ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഐഡിയോഗ്രാമിലോട്ട് പോകാം. ഞാൻ എൻ്റെ
പ്രോംപ്റ്റ് ഇവിടെ കോപ്പി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചാനൽ ബ്രാൻഡിങ് നോക്കിയാൽ നമ്മുടെ ലോഗോയുടെ കളറൊക്കെ നിയോൺ കളറാണ്. അതായത് മാക്സിമം നമ്മുടെ ചാനലിന്റെ ബ്രാൻഡിങ് കളറായ നിയോൺ കളർ കീപ്പ് ചെയ്ത് തന്നെ നമുക്ക് തംബ്നെയിൽസ് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ചും കൂടി പ്രൊഫഷണലിസം തോന്നിക്കും. സോ ഇവിടെ ഞാൻ നിയോൺ കളർ തീം ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആസ്പെക്ട് റേഷ്യോ 16:9 ആക്കി കൊടുക്കുക. അതാണ് യൂട്യൂബ് തംബ്നെയിലിന്റെ റേഷ്യോ. ഇനി നമുക്ക് ജനറേറ്റ് കൊടുക്കാം. ഇവിടെ നോക്കിയാൽ നമ്മുടെ തംബ്നെയിൽ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കിയാൽ ഈ തംബ്നെയിൽ എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ട്. പക്ഷേ നമ്മൾ ക്രെഡിറ്റ്സ് ഇവിടെ തീർന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ വേറൊരു ഇമെയിൽ ID സൈൻ ഇൻ ചെയ്തിട്ട് വരാം. ഇവിടെ നോക്കിയാൽ ഞാൻ വേറെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീണ്ടും 12 ക്രെഡിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് 2-3 തംബ്നെയിൽസ് ജനറേറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഏറ്റവും നല്ലത് നോക്കി സെലക്ട് ചെയ്യാം. ഞാൻ ആ സെയിം പ്രോംപ്റ്റ് തന്നെ കോപ്പി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. എനിക്ക് ഈ തംബ്നെയിൽ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. സോ ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തു. ഇനി ഞാൻ ചെറുതായിട്ട് തംബ്നെയിൽ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ തംബ്നെയിലും നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി റിയൽ ആയിട്ട് നമ്മുടെ തംബ്നെയിൽ എങ്ങനെ ഇരിക്കും നോക്കാം. Right now, as you're watching this video, there's probably something important you should be doing instead. Maybe it's that assignment due tomorrow, that workout you've been skipping for weeks, or that business idea you keep saying you'll start next Monday. And here's the brutal truth that nobody wants to tell you while you're stuck in this endless cycle of procrastination. Your competition, guys your age who figured this out, they're already building the life you're dreaming about. They're getting the grades, the body, the skills, and the opportunities that you keep pushing to tomorrow. But don't worry, I'm not here to make you feel worse about yourself. I mean, you're already doing a pretty good job of that, right? I'm here because I cracked the procrastination code. And in the next few minutes, I'm going to show you exactly why your brain is sabotaging you. And more importantly, how to reprogram it so you never have to feel that crushing weight of wasted potential again. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും AI ഓട്ടോമേഷൻ എത്ര സിമ്പിൾ ആണെന്ന്. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ ഒരു അഡ്വാൻസ്ഡ് ട്യൂട്ടോറിയൽ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ മലയാളം വോയിസ് വെച്ചുള്ള ട്യൂട്ടോറിയൽ ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് മലയാളത്തിൽ ഓട്ടോമേഷൻ ചെയ്യുന്നത് ഒരു ബിഗിനർ ലെവൽ ട്യൂട്ടോറിയൽ മാത്രം മതിയെങ്കിൽ ഈ വീഡിയോ ചെക്ക് ചെയ്താൽ മതി. ഇതിലും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്.